എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നോൺ വെജ് കഴിക്കാത്ത കൂട്ടുകാർക്കായിട്ട് മസാലകളുടെ അളവുകളൊക്കെ കുറച്ച് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ സോയാ ചങ്ക്സ് മസാലക്കറി തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഞാനിന്ന് കാണിച്ചു തരുന്നത്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേവിച്ചെടുത്തിട്ട് ഇതുപോലൊരു കറി തയ്യാറാക്കി കഴിച്ചാൽ ചോറിന്റെ കൂടെ മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിത്യം ഉണ്ടാക്കുന്ന ഏതൊരു പലഹാരത്തിന്റെ ഒപ്പം വിളമ്പാനും സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് മാത്രമാണ് ആവശ്യമായിട്ട് വരിക. പാചകമൊക്കെ പഠിച്ചു തുടങ്ങിയ എൻ്റെ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ വളരെ തന്നെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നോക്കാം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ സോയാ ചങ്ക്സ് കറി തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ട് സോയാ ചങ്ക്സ് കറി തയ്യാറാക്കി എടുക്കാം. ഇതിനായിട്ട് 200 ഗ്രാം അളവിൽ ചങ്ക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചങ്ക്സിലേക്ക് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് നേരം നമുക്ക് തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മൂടി മാറ്റി വെച്ചു കൊടുക്കാം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കാത്ത ചങ്ക്സൊക്കെ നമുക്കിതുപോലെ ഒന്ന് താത്തിയും കൂടെ വെച്ചു കൊടുക്കാം. നമ്മുടെ ചങ്ക്സ് പാത്രത്തിൽ നിറഞ്ഞ് കവിഞ്ഞത് കൊണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് തന്നെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ സോയാ ചങ്ക്സ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തിയിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിനിൽ നിന്നുള്ള വെള്ളം എല്ലാം ഒന്ന് പിഴിഞ്ഞു മാറ്റി. ഇതൊരു 5-6 പ്രാവശ്യമെങ്കിലും വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞു മാറ്റണം. അങ്ങനെ 3-4-5 തവണ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതൊരു വേവിക്കാനായിട്ടൊരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ചേരുവകളൊന്ന് ചേർത്ത് കൊടുക്കണം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ 2 കൊച്ചു സവാള കട്ട് ചെയ്ത് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കാം. കൂടെ തന്നെ ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്ത് കൂടെ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവില് നല്ല കട്ട തൈര്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കർ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിന്റെ എയറെല്ലാം പോയി വരുമ്പോൾ നമുക്കൊന്ന് തുറന്നുകൂടെ നോക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം ഇതൊന്ന് മസാലയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് അല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ചേർക്കാം. സവാളയുടെ കൂടെ തന്നെ ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സവാളയിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം. ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. സവാളയൊക്കെ മുരിഞ്ഞു തുടങ്ങിയാൽ 2 സ്പൂൺ അളവില് ബീഫ് മസാലപ്പൊടിയും 1 സ്പൂൺ അളവില് മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവില് പെരിഞ്ജീരകപ്പൊടിയും 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം. പൊടികൾ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. പൊടികളെല്ലാം നല്ലതായിട്ട് മൂത്ത് വരണം. പൊടികളൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ചേർക്കാം. ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. ചങ്ക്സ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുള്ളത്. അധികം മസാലയൊന്നും ഇല്ലാതെ ഒരുപാട് എരിവില്ലാതെ വളരെ എളുപ്പത്തിലും രുചികരമായിട്ടും നല്ലൊരു സോയ ചങ്ക്സ് മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു 2 മിനിറ്റ് നേരം ഒന്ന് മസാലയെല്ലാം ഇതിലേക്ക് ഒന്ന് പിടിച്ചു കിട്ടാനായിട്ട് മൂടി വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ 2 മിനിറ്റ് നേരം കൂടെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയാണ്. കണ്ടല്ലോ കൂട്ടുകാരെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലൊരു പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സോയാ ചങ്ക്സ് മസാലക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് അവരും വീഡിയോ കണ്ട് ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിയുടെ സ്വാദിഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പറാകാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.